എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്പിളി. ഞാൻ ധന്യ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പഞ്ചായത്തിലെ അനുഗ്രഹ കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ വീട്ടാവശ്യ സാധനങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ല കാര്യമൊക്കെ ആകുമ്പോൾ ഒരു നല്ല പേര് വേണമല്ലോ. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചപ്പോൾ ഒരു മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണല്ലോ അവിയൽ. അതുകൊണ്ട് ഞങ്ങൾ അവിയൽ എന്ന പേര് അവിയൽ ഏത് വിഭവങ്ങൾ കൂട്ടിയും നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനലിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കിപ്പോൾ പരിചയപ്പെടാം. എല്ലാവർക്കും അവിയൽ ചാനലിലേക്ക് സ്വാഗതം. 10 ലിറ്റർ ഡിഷ് വാഷ് വെറും 240 രൂപയ്ക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഇത് ആസിഡ് സ്ലറി, അതായത് നമ്മുടെ ഡിഷ് വാഷ് ജെല്ലിന് ഏറ്റവും അത്യാവശ്യമായിട്ട് പത നൽകുന്ന വസ്തുവാണ്. ഇത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ ഏകദേശം നമുക്കൊരു 150 ഗ്രാമോളം വേണ്ടി വരും. ഈ 150 ഗ്രാം കാസ്റ്റിക് സോഡ ഏകദേശം 3 ലിറ്റർ വെള്ളത്തിൽ നേരത്തെ 4 മണിക്കൂർ മുമ്പേ ഇട്ട് വെക്കണം. പിന്നീടുള്ളത് സോഡിയം സൾഫേറ്റ് ആണ്. നമ്മുടെ ഡിഷ് വാഷിന് കളർ നൽകുന്നതാണിത്. ഈ കളർ പൗഡർ പച്ച കളറാണ്, പക്ഷേ ഇതിന്റെ കളർ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാപ്പിപ്പൊടി കളർ തോന്നുന്നു. നമുക്ക് ലയിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആ കളർ മനസ്സിലാവുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഡിഷ് വാഷിന് ആവശ്യമുള്ള പെർഫ്യൂമാണിത്. ഇത് ഏകദേശം ഒരു 10-15 മില്ലിയോളം വരും. നമുക്ക് ഇപ്പം ഞാനാണ് ഈ ഡിഷ് വാഷ് ജെൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കളർ ശകലം കൂടുതൽ ചേർക്കും. അതായത് ഞാനൊരു 20-25 മില്ലിയോളം ഞാൻ ചേർക്കും. ഇത് കുറച്ചളവിലും ചേർക്കാവുന്നതാണ്. അതായത് കുറഞ്ഞത് 10 മില്ലിയെങ്കിലും നമ്മൾ ചേർത്തിരിക്കണം. അതാണിത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന വസ്തു നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 3 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സോഡ ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മൊത്തം നമുക്ക് 10 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അതിൽ 3 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിപ്പോൾ ഈ കാസ്റ്റിക് സോഡ ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ അരത്തിരിക്കണ്ടോ. ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളും. നമ്മൾ കൈ ഒക്കെ ഇട്ട് ഇളക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ ഇതിൽ തൊടാനോ ഒന്നും എഴുതരുത്. കാരണം നല്ല പൊള്ളും. കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ്. നമ്മൾ നേരിട്ട് കൈകൊണ്ട് ഇളക്കരുത്. ഇത് 7 ലിറ്റർ ഉണ്ട്. മൊത്തം 10 ലിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 3 ലിറ്റർ നമ്മൾ കാസ്റ്റിക് സോഡ ഇട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിലിരിക്കുന്ന ഈ 7 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ലിറ്റർ ആസിഡ് സ്ലറിയാണ് ഒഴിക്കേണ്ടത്. ഒന്നോർക്കുക, ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നതനുസരിച്ചിരിക്കും ഇതിന്റെ ആ ഒരു തിക്നെസ് കിട്ടുന്നത്. അതായത് നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഇത് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും അതിന്റെ അനുസരിച്ച് ഇളക്കി നന്നായിട്ട് അപ്പൊ നമ്മുടെ ആസിഡ് സ്ലറി ഏകദേശം നന്നായിട്ട് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് സോഡിയം സൾഫേറ്റ് ആണ്. സോഡിയം സൾഫേറ്റ് ഇതിലേക്ക് ഇടാൻ പോവാണ്. സോഡിയം സൾഫേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് തിക്കായിട്ട് കിട്ടും. പിന്നെ ഇതിന് അണുവശീകരണമൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. നല്ല തിക്കായിട്ട് കണ്ടോ. ഇതിന്റെ ഇളക്കി നോക്കിയിട്ടുണ്ടോ, നല്ല കട്ടിയായിട്ട് നന്നായിട്ട് ഇളക്കണേ. അത് നന്നായിട്ട് ആ സ്ലറിയും ആ വെള്ളവും ഈ സോഡിയം സൾഫേറ്റും കൂടി നന്നായിട്ട് കൂടി യോജിക്കണം. ഇത് ഇപ്പൊ ആസിഡ് സ്ലറി ഒഴിച്ചു, നമ്മൾ കാസ്റ്റിക് ഇത് സോഡിയം സൾഫേറ്റ് ഇതെല്ലാം ചേർത്തു. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇത് കണ്ടപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് പതഞ്ഞ് നന്നായി കൂടി യോജിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കളറല്ല കാസ്റ്റിക് സോഡ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കാസ്റ്റിക് സോഡ നമുക്ക് ഒഴിക്കാം. ഇതിപ്പോ കാസ്റ്റിക് സോഡ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കാസ്റ്റിക് സോഡ, വെള്ളം, സോഡിയം സൾഫേറ്റ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇപ്പൊ ഇളക്കി നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേർക്കാം. മൊത്തം കളർ ചേർത്ത് നന്നായിട്ട്
അതിൻ്റെ കൂടെ പെർഫ്യൂം കൂടി ചേർക്കുകയാണ്. കളറും പെർഫ്യൂമും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഉണ്ടോ കളർ നല്ല പച്ച കളർ വന്നുണ്ടോ? ഞങ്ങൾക്ക് സ്മെല്ലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്മെല്ല് കിട്ടുന്നില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നല്ല സ്മെല്ലുണ്ട്. ആഴ്ചയല്ലേ ഇത് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിത് നന്നായി മേടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ഇത് എന്ത് ലാഭകരമാണ്. അതേപോലെ തന്നെ 10 ലിറ്റർ നമ്മളൊന്ന് ഒരു വിമ്മിൻ്റെ ഒരു 200 മില്ലിയുടെ ഒരു ജെല്ല് പുറത്ത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ 58-60 രൂപ വില വരും. പക്ഷെ വെറും 240 രൂപയ്ക്ക് നമുക്ക് 10 ലിറ്റർ എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാം. നല്ലപോലെ പവർ വന്നിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഉണ്ടാക്കി ഉടനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ സാധനം ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെയാകുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത്ര തിക്കായിട്ട് കിട്ടിയിട്ടില്ല കണ്ടോ. ഇപ്പം ശരിക്കും വെള്ളം പോലെ. പക്ഷേ ഇതിങ്ങനെ അനക്കാതെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം, അതായത് നേരത്തോട് നേരെ, ഇപ്പം ഇന്ന് 6 മണിയായപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും. അതുപോലെ തന്നെ അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം നമുക്ക് ഇല്ലാതാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല പച്ച കളർ, നല്ല പച്ച കളർ, നല്ല കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ഭംഗി. കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ പഞ്ചായത്തിലെ അനുഗ്രഹ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഞങ്ങളുടെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ആക്റ്റീവ് പ്രസിഡന്റ് എന്ന് വേണം പറയാം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. അതിന് ഈ പ്രസിഡന്റ് സെക്രട്ടറി അത് പ്രസിഡന്റാണ്. എൻ്റെ കൂടെ ഇതിന് എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്കിത് നിർമ്മിക്കുവാനും ഇത് വിപണനം ചെയ്യുവാനും എനിക്ക് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. നല്ല സപ്പോർട്ട്. അതെ, ഞങ്ങളുടെ കുടുംബശ്രീ ചെയർപേഴ്സൺ ആയാലും ഞങ്ങളുടെ ശ്രീജ മാഡം ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിത് വിറ്റ് എനിക്ക് വരുമാനം ഉണ്ടാക്കുന്നതോടൊപ്പം എൻ്റെ ഗ്രൂപ്പ് അംഗങ്ങൾ ഇത് ഉപയോഗിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്. പിന്നെ KSS എന്ന് പറയുന്ന ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്. അതിൽ നിന്നാണ് എനിക്ക് ഇത് ഉണ്ടാക്കാനുള്ള പരിശീലനം ലഭിച്ചത്. ധനലക്ഷ്മി ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ സെക്രട്ടറിയാണ് ഞാൻ. KSSന്റെ ഞങ്ങൾ 2 പേരും അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള ചൈതന്യ പാസ്വേർഡ് സെന്ററിൽ നിന്നും ഇതിനുള്ള പരിശീലനം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് നിർമ്മിക്കുവാനുള്ള ആവശ്യം വെറും 240 രൂപയുടെ കിറ്റായിട്ട് നമുക്ക് ഈ ചൈതന്യയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കോട്ടയം ജില്ലയിൽ തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചൈതന്യം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് പരിശീലനം ലഭിക്കുന്നതാണ്. അതായത് ഈ ഡിഷ് വാഷിൻ്റെ മാത്രമല്ല പല രീതിയിലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ചൈതന്യം. അവിടെ നിന്നാണ് ഞാനിത് പഠിച്ചതും. അതേപോലെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് അവിടുന്നാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നും ഈ 240 രൂപയുടെ ഈ കിറ്റ്, മാക്സിമം 240 രൂപയാണ് ഇതിന് വില. ആ കിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വിശ്വാസത്തിൽ റെഡിയായി. ഇനി നമുക്കത് അതെ ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ കണ്ടല്ലോ നല്ല പച്ച നിറത്തിൽ നല്ല മണത്തോടു കൂടി. മണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. കണ്ടോ ഇത് കണ്ടോ നമ്മുടെ വിമ്മിന്റെ അതേ ഇത് കിട്ടും. പക്ഷെ വിമ്മിന്റെ മഞ്ഞ കളറാണെങ്കിൽ നിങ്ങൾക്ക് പച്ച കളറാണെന്ന് ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞാൽ മതി. ഓരോ കളർ വേണമെന്ന് വേണം. അങ്ങനെ നമ്മുടെ വിശ്വാസ് റെഡിയായി. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.